എങ്ങുമെത്താതെ നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണം. ബൈപ്പാസ് ഉടൻ വരുമെന്ന് ഇടത് വലത് മുന്നണികൾ പറയാൻ തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ടായി. എന്നാൽ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, പാത കടന്നു പോകുന്ന വഴിയിലെ ജനങ്ങൾ നഷ്ടപരിഹാരം ലഭിക്കാതെ സ്വന്തം ഭൂമിയിൽ അന്യരെ പോലെയാണ് കഴിയുന്നത്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകുമ്പോൾ ഇടത് വലത് മുന്നണികളാണെങ്കിലും സ്വതന്ത്രനായി മത്സരിക്കുന്ന PV അൻവർ ആണെങ്കിലും ജനകീയ വിഷയങ്ങൾ ചർച്ചയാക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആരോപണം. ജനകീയ വിഷയങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് ഞാനീ നിൽക്കുന്ന നിലമ്പൂർ ബൈപ്പാസിനെ കുറിച്ചാണ്. നിലമ്പൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി ജ്യോതിപ്പടി മുതൽ വെളിയന്തോട് വരെ 6 കിലോമീറ്റർ ദൂരത്തിലാണ് പുതിയ ബൈപ്പാസ് വരുന്നത്. എന്നാൽ 3 പതിറ്റാണ്ടായി നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. തൊണ്ണൂറുകൾ മുതൽ നിലമ്പൂർക്കാരോട് മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികൾ പറയുന്നതാണ് ഉടൻ തന്നെ ബൈപ്പാസ് യാഥാർത്ഥ്യമാവുമെന്ന്. എന്നാൽ 2025-ലും ബൈപ്പാസിന്റെ സ്ഥിതി ഇതാണ്. ബൈപ്പാസിനായി ഭൂമി ഏറ്റെടുത്ത കുറച്ചു ഭാഗത്ത് ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. എന്നാൽ 247ഓളം കുടുംബങ്ങൾക്ക് ഇതുവരെ ചില്ലിക്കാശ് ലഭിച്ചിട്ടില്ല. ഇതുവരെ ഫണ്ടുണ്ട് പറഞ്ഞ് ഞങ്ങളൊരു സ്ഥാനാർത്ഥിനെ നിർത്തണമെന്ന് പറഞ്ഞ് ഫണ്ടുണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങളത് പിൻവലിച്ച്. ഇപ്പോൾ ഫണ്ടും ഇല്ല, ഒന്നുമില്ല. അപ്പം ഇന്നലെ കലക്ട്രേറ്റിൽ പോയപ്പോഴും പറഞ്ഞത് അതന്നെയാണ്, ഫണ്ടില്ല. ഫണ്ടായിട്ടില്ല എന്നല്ല പറഞ്ഞത്. ഫണ്ടായിട്ടില്ല. ഓലോട് എത്ര ഓല വിളിച്ച് ചോദിച്ചാലും ഓലിത് കാണാൻ ഒരു വില, കാരണം ഓൽക്ക് കണ്ടാൽ ഓൽക്കറിയാം എന്താണെന്നില്ല. പിന്നെ ഞങ്ങളത് പറ്റിച്ചും കൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുക. ഇത് എന്താ എവിടെ ചെന്നാലും പിന്നെ അതല്ല ഇതില്ല, പിന്നെ ഫണ്ടില്ല ഇല്ല. എന്നാൽ ഓൽക്ക് വികസനത്തിന് എവിടെ വികസനത്തിന് ഓൽക്ക് ഫണ്ടുണ്ട്. ഈ ബൈപ്പാസിന്, നിലമ്പൂർ ബൈപ്പാസിന് മാത്രം ഓൽക്ക് ഫണ്ടില്ല. അതെന്താണ്? അന്നില്ലെങ്കിൽ ഓലെന്നാൽ ഒഴിവാക്കി ഞങ്ങൾ നഷ്ടപരിഹാരം തന്നുകൊണ്ട് ഞങ്ങൾ ഒഴിവായിക്കോട്ടെ. ഓൽക്ക് വേണ്ട, റോഡ് ഞങ്ങൾക്കും വേണ്ട, ഓൽക്കും വേണ്ട. ബൈപ്പാസ് വരുന്ന വഴിയിൽ 4 കിലോമീറ്ററോളം ദൂരത്ത് നിരവധി കുടുംബങ്ങളാണ് സ്വന്തം വീട്ടിൽ അന്യരെ പോലെ കാലങ്ങളായി കഴിയുന്നത്. ഇവർക്ക് സർക്കാർ തുക ഉടൻ നൽകുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതുവരെ ഒരു നയാ പൈസ നൽകിയിട്ടില്ല. നിലവിൽ സ്വന്തം ഭൂമി വിൽക്കാനോ പണയം വയ്ക്കാനോ സാധിക്കാതെ വീട് പുതുക്കിപ്പണിയാനോ ഭൂമിയിലെ ഒരു മരം പോലും മുറിക്കാനാവാതെ സമാനതകളില്ലാത്ത ദുരിതമാണ് ബൈപ്പാസ് കടന്നു പോകുന്ന വഴിയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. ഇതിപ്പോൾ എന്താ, ചോർന്ന് വരിച്ചും കൊണ്ട് ഞങ്ങൾ അതിലിങ്ങനെ കഴിയുക. വെളിച്ച ലക്ഷം വീട്ടിലോ കോളനിയിലോ കഴിയുമ്പോൾ, കോളനിയിലും കൂടിയില്ല ഇങ്ങനത്തെ വീടുകൾ. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ കഴിയണത്. അതാ ചോർന്ന് ഒലിച്ച് പിന്നെ കക്കൂസും പൊന്തി, കക്കൂസും ഇല്ല, ദാർപ്പായിട്ട് കണ്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. 2016-ൽ 100 കോടി രൂപ, 2017-ൽ 105 കോടി രൂപ, 2021-ൽ 140 കോടി രൂപ, 2022-ൽ 156 കോടി രൂപ, ഏറ്റവും ഒടുവിൽ 2025-ൽ 227 കോടി രൂപ ബൈപ്പാസ് നിർമ്മാണത്തിനായി നീക്കിവെച്ചതായി പറഞ്ഞെങ്കിലും 1 രൂപ പോലും ജനങ്ങൾക്ക് നഷ്ടപരിഹാരമായി നൽകിയിട്ടില്ല. പദ്ധതിയും കടലാസിൽ തന്നെയാണ്. നിലമ്പൂരിൻ്റെ വികസനത്തിനൊരു വോട്ട് എന്നാണ് ഇടത് വലത് മുന്നണികളാണെങ്കിലും PV അൻവർ ആണെങ്കിലും ഒക്കെ പറയുന്നത്. ഈ ബൈപ്പാസിൻ്റേത് പോലുള്ള വികസനമാണെങ്കിൽ എന്തിന് വോട്ട് ചെയ്യണമെന്നാണ് ജനം ചോദിക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, നിലമ്പൂർ.